അക്രമണവും അരാജകത്വവും വരുത്തിവെച്ച് ഒരു തലമുറയെ നശിപ്പിച്ച് കേരളത്തിന്റെ ഭാവി ഇരുളടയ്ക്കുകയാണ് SFI എന്ന് ഡീൻ കുര്യാക്കോസ് MP. കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടത്തുന്ന മിഷൻ 2025ന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിയത്. യോഗത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കാഞ്ചിയാറ്റിലും പരിസര പ്രദേശങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ പതാകവാഹകരും മാർഗദർശികളുമായിരുന്ന മുൻ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ യോഗത്തിൽ ആദരിച്ചു. യോഗം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. SFI താലിബാൻ മോഡലിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു. ആക്രമണവും അരാജകത്വവും വരുത്തിവെച്ച് ഒരു തലമുറയെ നശിപ്പിക്കുകയും കേരളത്തിന്റെ ഭാവി ഇരുളടയ്ക്കുകയും ചെയ്യുകയാണ്. പോലീസും SFIയും ഈ മാഫിയയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹപാഠികളെയും കൊന്നെടുക്കുന്ന തലത്തിലേക്ക് കേരളീയ യുവത്വത്തെ ഈ ഭരണകൂടം വഴി നയിച്ചു എന്നതാണ് യഥാർത്ഥ സത്യം. എന്നിട്ട് ആ കുറ്റങ്ങൾ മലയാള സിനിമയ്ക്ക് മേൽ വയ്ക്കുന്നു. എന്നാൽ സിനിമകൾക്ക് അനുമതി നൽകുന്നതും ഇതേ സർക്കാരാണ് എന്നത് ഓർമ്മ വേണമെന്നും MP പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർ സത്യത്തിൽ നമ്മുടെ ക്യാമ്പസുകൾ ഏതു തരത്തിലാണ് ഇന്ന് ഈ മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് ഇവിടെ നിയമ സംവിധാനം നിലനിൽക്കുന്നത്? SFI എന്ന് പറയുന്ന ഒരു താലിബാൻ മോഡൽ എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ കുറവായി പോകുന്ന സ്ഥിതിയാണ്. അത്രത്തോളം അക്രമവും അരാജകത്വവും വരുത്തിവെച്ച് ഒരു തലമുറയെ ആകെ നശിപ്പിച്ച് കേരളത്തിന്റെ ഭാവിയെ പോലും ഇരുളടച്ച് കളയുന്ന വിധത്തിലേക്ക് ആ സംഘടന ഇന്ന് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും അവരുടെ മസ്തിഷ്കങ്ങളെയും എല്ലാം എല്ലാ തരത്തിലും ഈ പറയപ്പെടുന്ന ദുശീലങ്ങളുടെയും ദുശ്ചേരികളുടെയും അനീതികളുടെയും ഒക്കെ നിലയിലേക്ക് യുവത്വത്തെ വഴി നീക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും നിയമ സംവിധാനങ്ങളുമെല്ലാം ഈ മാഫിയയുടെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു സ്ഥിതിയാണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും അതിനപ്പുറത്ത് സഹപാഠിയെയും എല്ലാം കൊന്നെടുക്കുന്ന തരത്തിലേക്ക് കേരളീയ യുവത്വത്തെ ഈ ഭരണകൂടം വഴി നയിച്ചു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. എന്നിട്ട് ഇപ്പോൾ പറയാണ് മലയാള സിനിമയാണ് പ്രശ്നം. ആയിരിക്കാം, ഇപ്പൊ സിനിമയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആരാണ് ഈ സിനിമകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് നൽകുന്നത്? ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്? സർക്കാർ തന്നെയാണ്. അത്രത്തോളം വലിയ ഒരു അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്യുക. അപ്പോൾ ആ സംപ്രേഷണം ചെയ്യുന്ന ചലച്ചിത്രങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് അവിടെ തന്നെ പല ആളുകളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. വിവിധ നേതാക്കളായ EM അഗസ്തി, തോമസ് രാജൻ, ജോർജ് ജോസഫ് പടവൻ, ജോയി വെട്ടിക്കുഴി, തോമസ് മൈക്കിൾ, ഫ്രാൻസിസ് അറക്കപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു.